ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആര് കിരീടം നേടും ഇന്നറിയാം. അവസാന റൗണ്ട് മത്സരങ്ങളാണ് ഇന്ന്. എല്ലാ ടീമുകൾക്കും ഓരോ മത്സരം ശേഷിക്കുന്നു. ഫുട്ബോൾ ആരാധകർ പരസ്പരം ചോദിക്കുകയാണ്, മാഞ്ചസ്റ്റർ സിറ്റിയോ അതോ ആഴ്സണലോ? ആരാകും കിരീടത്തിൽ മുത്തമിടുക? ഫോട്ടോ ഫിനിഷ്, ഫുട്ബോളിന്റെ അനിശ്ചിതത്വം. പ്രീമിയർ ലീഗിലേക്കാണ് ഇന്ന് രാത്രി കാൽപന്ത് ആരാധകരുടെ കണ്ണുകൾ നീങ്ങുന്നത്. സാധ്യതകൾ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം പോയിന്റ് പട്ടികയിലേക്ക്. 37 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റി ഒന്നാമത് നിൽക്കുന്നു, ആകെ 88 പോയിന്റ്. രണ്ടാമത് ആഴ്സണൽ 86 പോയിന്റ്. 2 പോയിന്റ് വ്യത്യാസം മാത്രം. ആഴ്സണലിന്റെ അവസാന മത്സരം എവർട്ടനെതിരെയാണ്. സ്വന്തം തട്ടകമായ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ രാത്രി 8:30 ആദ്യ വിസിൽ ഉയരും. തോറ്റാൽ കിരീടം കൈവിടും, ജയിച്ചാലും കിരീടം ഉറപ്പില്ല. സിറ്റിയുടെ മത്സരഫലം പോലെയാകും കാര്യങ്ങൾ. മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവസാന മത്സരം വെസ്റ്റ് ഹാമിനെതിരെയാണ്. മത്സരം സ്വന്തം തട്ടകത്തിൽ തന്നെ, ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ 8:30. ജയിച്ചാൽ കിരീടം ചൂടാം, തോറ്റാലും സാധ്യതകളുണ്ട്. മറുവശത്ത് ആഴ്സണൽ തോൽക്കണമെന്നു മാത്രം. ഇനി ആഴ്സണലിന്റെ സാധ്യതകൾ നോക്കാം. ആഴ്സണൽ ജയിക്കുന്നു, സിറ്റി തോൽക്കുന്നു എന്ന് കരുതുക. ഗണ്ണേഴ്സിന് 89 പോയിന്റ് ആകും, സിറ്റിക്ക് 88 പോയിന്റും. സ്വാഭാവികമായും പീരങ്കിപ്പട പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരാകും. സിറ്റി വെസ്റ്റ് ഹാം മത്സരം സമനിലയിലായാലും ആഴ്സണലിന് കിരീടം നേടാം. 2 ടീമിനും 89 പോയിന്റ് വീതമാകും. ഗോൾ വ്യത്യാസത്തിൽ മുന്നിലാണ് എന്നത് ഗണ്ണേഴ്സിനെ തുണയ്ക്കും. കളത്തിൽ സർവവും നൽകാൻ തയ്യാറായി ജീവൻ മരണ പോരാട്ടത്തിനിറങ്ങുകയാണ്. മുന്നിൽ ഒരേ ഒരു ലക്ഷ്യം, അഭിമാന കിരീടം. ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. സ്പോർട്സ് ഡെസ്ക് റിപ്പോർട്ടർ.